ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 11, 2026 ബുധനാഴ്ച, ന്യൂ ഇയർ റെസൊല്യൂഷൻ ഡയറിയിലെ 42ാമത്തെ ദിവസം. ഈ വർഷം തുടങ്ങിയപ്പോൾ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നും തന്നെ നടന്നിട്ടില്ല. അതിലൊന്നാണ് വെള്ളം കൂടി. സത്യത്തിൽ ഈ ബോട്ടിൽ കണ്ടപ്പോഴാണ് പലതും ഓർമ്മ വന്നത്. ഈ ബോട്ടിൽ പക്ഷേ A4 ഉള്ള അരീഷേട്ടന്റെയാണ്. ഇന്ന് രാവിലെ ഞാൻ വർക്കിനായിട്ട് പ്ലാൻ ചെയ്തത് മഞ്ചേരി എന്ന സ്ഥലമാണ്. പക്ഷെ മഞ്ചേരിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ കോഴിക്കോട് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്തു തീർക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഇന്നലെ തീർന്ന പെട്രോൾ റീഫിൽ ചെയ്യാൻ എന്നുള്ളതാണ്. അങ്ങനെ പെട്രോളൊക്കെ റീഫിൽ ചെയ്തിട്ട് ഞാൻ വണ്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐറ്റത്തിനെ കാണുന്നത്. നമ്മുടെ മമ്മക്ക് പറഞ്ഞ പോലെ പിറകെ പോയതിനെ ചേസ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. കുറെ ശ്രമിച്ചപ്പോൾ അവസാനം കിട്ടി. ഇത് എന്താണ് ഇത്ര പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എനിക്ക് ബെൻസിനേക്കാളും BMW ഒക്കെ കൂടുതൽ ഇഷ്ടം ജാഗവറാണ്. അങ്ങനെ ഒടുവിൽ കോഴിക്കോട് വർക്കെല്ലാം തീർത്തിട്ട് ഞാൻ മഞ്ചേരിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ കാണുന്നത്. ഉള്ളിൽ കയറി നോക്കിയപ്പോഴും അന്തരീക്ഷം അടിപൊളിയാണ്. ഒരു പ്രത്യേക വൈബുള്ള സ്ഥലം. ഒരുപാട് ക്യാബിനുകൾ ഉണ്ടെങ്കിലും അതിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ആൾ ഒഴിവുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. പണ്ടൊക്കെ 400-500 രൂപ ഉണ്ടായിരുന്ന മന്തി ഇപ്പൊ 90 രൂപയ്ക്ക് കിട്ടും. പക്ഷെ അത് നമുക്ക് പല്ലിന്റെ ഇടയിൽ പോലും ഇല്ലാന്ന് കണ്ടപ്പോഴേ ഒരു ക്വാർട്ടർ വാങ്ങേണ്ടി വന്നു. അങ്ങനെ ഫുഡ് കഴിഞ്ഞു, ഞാൻ നേരെ മഞ്ചേരിക്ക്. സംഭവം ഇപ്പം വേനൽക്കാലം ഒന്നുമല്ല, എന്നാലും ചൂട് വല്ലാതെ കൂടുന്നുണ്ട്. അങ്ങനെ റോഡ് സൈഡിൽ കണ്ട ഒരു തട്ടുകടയിൽ നിർത്തിയിട്ട് വെള്ളം കുടിക്കാന്ന് കരുതി. അപ്പോഴാണ് മറ്റൊരു കാര്യത്തെ കുറിച്ചുള്ള ടെൻഷൻ വന്നത്, ഷുഗറിനെ കുറിച്ചിട്ട്. പക്ഷെ ഒന്നും നോക്കിയില്ല, വേഗം കുടിച്ചു തീർത്തു. ഈ വർഷം തുടങ്ങിയ പിന്നെ എന്റെ വ്രതം വല്ലാതെ തെറ്റുന്നുണ്ടോ എന്ന് ഡൗട്ട്. പക്ഷെ അല്ല, കഴിഞ്ഞ വർഷം ജിഗർദാണ്ട കുടിച്ച പിന്നെ ഞാൻ ഇടക്കിടക്ക് മധുരം കഴിക്കുന്നുണ്ട്. ഒടുവിൽ മഞ്ചേരി എത്തിയപ്പോഴേക്കും വെള്ളം കുടിയുടെ അളവും കൂടി. ഏതാണ്ട് വൈകുന്നേരത്തേക്ക് അടുത്തു തുടങ്ങിയപ്പോൾ ഞാൻ മഞ്ചേരിയിലെ വർക്കെല്ലാം തീർത്തിട്ട് കോഴിക്കോടേക്ക് പിരിഞ്ഞു. പോരുന്ന വഴിയിൽ പിന്നെയും വന്നു ആശാൻ. കൊടുത്തു 2 വെള്ളം, ഒന്ന് നാരങ്ങ ഇട്ടിട്ടും നാരങ്ങ ഇല്ലാണ്ട്. അല്ല പിന്നെ മനുഷ്യന് ദേഷ്യം വരില്ലേ? എത്രയെന്ന് വെച്ചിട്ടാ സഹിക്കുക വെള്ളം ദാഹം. എല്ലാം കഴിഞ്ഞിട്ട് കോഴിക്കോടേക്ക് എത്താറായപ്പോൾ ഇന്നത്തെ വർക്ക് ഞാൻ ക്ലോസ് ചെയ്തത് മുക്കത്ത് വെച്ചിട്ടാണ്. വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ ഹാങ് ഓവർ വീണ്ടും വന്നു. പോയി അടുത്ത പടത്തിന്. പടത്തിന്റെ പേര് എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്ട്രൈക്ക് ചെയ്ത പേരായിരുന്നു, അനോമി. ഞാൻ അങ്ങനെ പടത്തിന്റെ ട്രെയിലറുകൾ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ആളല്ല. പക്ഷെ ഇതിന്റെ ട്രെയിലർ എങ്ങനെയോ കാണാനിടയായി. അത് കണ്ടപ്പോൾ മുതൽ വല്ലാണ്ട് കാണാൻ ആഗ്രഹിച്ചു പോയൊരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് ഫിലിമാണ്. പക്ഷെ ഇതിലെ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ചും റഹ്മാന്റെ ക്യാരക്ടർ, പുള്ളിക്കാരന് പോലീസ് വേഷം മടുത്തു എന്ന് പുള്ളിക്കാരൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റഹ്മാനും പോലീസ് വേഷവും അതൊരു മിസ്റ്ററിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ ഭാവനയുടെ ലുക്കാണ്. പുള്ളിക്കാരിയെ കുറെ കാലത്തിന് ശേഷം കാണുന്നതാണോ അതോ കുറച്ചുകൂടി ഭംഗി വെച്ചാണോ എന്നറിയില്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ പടത്തിൽ. അങ്ങനെ ഒടുവിൽ പടം കഴിഞ്ഞു, ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഇന്നത്തെയും എൻ്റെ ഡയറി കുറിപ്പുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.